പക്ഷെ ഇവിടെ ഒരു വിഷയം വരുന്നത്, ജൂതന്മാര് പാലസ്തീനിൽ സെറ്റിൽ ചെയ്തത് യൂറോപ്പിലെ ഈ വിഷയം കൊണ്ടാണ്. യഥാർത്ഥത്തിൽ 1945 യുദ്ധത്തിന് ശേഷമാണ് ഇസ്രയേലികളുടെ സയനിസ്റ്റുകളുടെ ആവശ്യമായിട്ടുള്ള സ്വന്തം ഹോംലാൻഡ് എന്നുള്ള ആവശ്യത്തിന് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ശരിക്കും മൂളിപ്പോകുന്നത് ഈ ഇത്ര ഭയാനകമായ ഒരു ദുരിതം കാരണം. പക്ഷെ അവിടെ പാലസ്തീനികൾ ചോദിക്കുന്ന ഒരു ചോദ്യം, യൂറോപ്പിൽ നടന്ന ഒരു വിഷയത്തിന്റെ സെറ്റിൽമെന്റ് അറബികളുടെ മേളിലാണോ എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. രണ്ടുത്തരങ്ങളുണ്ട് അതിന്. ഒന്ന്, ഇസ്രയേലികൾക്കോ ജൂതന്മാർക്കോ ഒരു ചെറിയ സെറ്റിൽമെന്റോ അല്ലെങ്കിൽ ഒരു സ്രോതസ് എന്ന് പറയാവുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഉണ്ടായിരുന്നത് അറബ് ദേശത്ത് മാത്രമാണ്. അതായത് ജെറൂസലേമും ജുഡായ സമരിയ എന്ന് പറയുന്ന രണ്ട് ജൂത രാജ്യങ്ങൾ, ചെറിയ രാജ്യങ്ങൾ. അവർക്ക് വേറെ അങ്ങ് വേരുകളില്ല. അവിടെ നിന്നാണ് ഈ മതം വരുന്നത്. രണ്ട്, ഹോളോകോസ്റ്റില് ഇസ്ലാമിക് ഇന്റർഫിയറൻസ് വളരെ ശക്തമായിട്ട് ഉന്നയിക്കപ്പെടുന്നുണ്ട്. കാരണം അവരുടെ വാദമാണ്, മതത്തിന്റെ തെളിവുകളായിട്ട് അവർ പറയുന്നത്, ജെറുസലേമിലെ ഗ്രാൻഡ് മുഫ്തി ആയിട്ടുള്ള അമീൻ അൽ ഹുസിയാനി ഹിംലറുടെ അടുത്ത സുഹൃത്തായിരുന്നു. ഹിറ്റ്ലറെ പോയി കണ്ടു. ജൂതന്മാര് ഹിറ്റ്ലർക്ക് വലിയൊരു വിഷയമാണെന്ന് മനസ്സിലാക്കിയിട്ട് പോസിബിൾ ആയിട്ടുള്ള ജൂത സെറ്റിൽമെന്റ്, ജൂതരാജ്യം പാലസ്തീനിൽ വരുന്ന ഒഴിവാക്കാനായിട്ട് തന്നെയാണ് ഹുസിയാനി പോയത്. ഇവരുമായിട്ട് മാത്രമല്ല, നാസി ആർമിയുടെ ഒരുപാട് ഭാഗങ്ങൾ സന്ദർശിക്കുന്നു, ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കുന്നു. പല കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെയും രൂപരേഖ ഇദ്ദേഹത്തെ ഹിംലർ കാണിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പലരും മുസ്ലിം ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് ഇദ്ദേഹം ഒരു വിഡ്ഢിയായിരുന്നു എന്നാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത്ര പരസ്യമായിട്ട് നിന്ന് ഫാസിസ്റ്റ് ശക്തികളോടൊപ്പം നിൽക്കുന്ന ഒരു പുറത്ത് കാണിക്കുക. യഥാർത്ഥ ഒരുപക്ഷെ ജൂതന്മാരുണ്ടാവാൻ പാടില്ല, ജൂതന്മാരെ യൂറോപ്പിൽ എങ്ങനെ ഇല്ലാതാക്കിയോ അതിനുശേഷം അറേബ്യയിൽ ബാക്കി വരുന്ന ജൂതന്മാരെ ഇല്ലാതാക്കുക ആയിരുന്നു തന്ത്രം. ഹിറ്റ്ലർ തന്നെ ഹുസിയാനിയോട് പറഞ്ഞത് അറേബ്യൻ ജൂസ് ആർ യുവേഴ്സ് എന്നാണ്, അത് നിങ്ങളുടേതാണ്, ബാക്കി നിങ്ങൾ ചെയ്തോളൂ എന്നാണ്. ഒരുപാട് പുസ്തകങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 1948 ഈ രാജ്യം വന്നപ്പോൾ യൂറോപ്പിൽ മുഴുവൻ ചെയ്തോണം അറബിയിൽ ചെയ്യാൻ പറ്റുന്നില്ല. അൽ ഹുസിയാനി അന്ന് എന്താണ് പറഞ്ഞത്? അൽ ഹുസിയാനിയുടെ ഒരുപക്ഷെ അന്നത്തെ ഒരു ലീഡർഷിപ്പാണ് പാലസ്തീൻ, അന്ന് നിലവിലുണ്ടായിരുന്ന പാലസ്തീന് രാജ്യമല്ല, ആ ഒരു വിഭാഗം ആൾക്കാർ കൂടുതൽ നഷ്ടം ഉണ്ടാക്കി. അദ്ദേഹം പറഞ്ഞത്, "Arise, sons of Arabia, fight for your sacred rights and slaughter Jews wherever you find them." എവിടെയൊക്കെ ജ്യൂസിനെ കണ്ടു കഴിഞ്ഞാൽ കൊന്നുകളയുക. ഒരു ചർച്ചയിൽ അതാണ് ആ റിപ്പബ്ലിക് വരുന്ന, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം വരുന്ന ആദ്യ ദിവസം തന്നെ യുദ്ധം, ഇദ്ദേഹത്തിന്റെ ജിഹാദ് ഇദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. "And they spill the blood, please Allah, our history and religion, that will save our honor." ഹോളി ജിഹാദാണ്. ഇദ്ദേഹം ഹിംലറുമായിട്ടിരിക്കുന്ന ഒരു ഇതാണ്. ഇദ്ദേഹത്തിന്റെ കുറെ പുസ്തകങ്ങളിലുള്ള ഫൈനൽ സൊല്യൂഷൻ എന്നായിരുന്നു ജ്യൂസിനെ. ഒരു ഒറിജിനൽ ന്യൂയോർക്ക് ടൈം ആർട്ടിക്കിൾ January 7, 1945. Adolf Hitler is a figurehead. Heinrich Himmler is a charge in his Paul Muslim Grand Mufti Al Husseini plans construction of a concentration camp in Palestine to implement the final solution. അതായത് ഇദ്ദേഹം പാലസ്തീനിൽ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് സ്ഥാപിക്കുന്നതിനെ കുറിച്ച് നാസികളുമായിട്ട് വളരെ ആഴത്തിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു എന്നുള്ള വിശദാംശങ്ങളാണ് ജൂതന്മാർ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി ഹിറ്റ്ലർ പരാജയപ്പെട്ടു. ഇങ്ങനെ ഒരു ആംഗിൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് യൂറോപ്പിലുണ്ടായ ഒരു വിഷയം പാലസ്തീൻ അല്ലെങ്കിൽ അറേബ്യയിൽ സെറ്റിൽ ചെയ്യുന്നത് പറയുമ്പോൾ ഈ ഗ്രാൻഡ് മുഫ്തിയുടെ ഒരു നിലപാടും അദ്ദേഹത്തിന്റെ ഈ മാസക്കർ ഓഫ് ജ്യൂസ് അതിലുള്ള ബന്ധങ്ങളെ കുറിച്ച് ഒരുപാട് ഗവേഷണം നടന്നുള്ള വിഷയമാണ്. അങ്ങനെ ഒരു ഫാക്റ്റായിട്ട് ഉന്നയിക്കപ്പെടാറ്. അദ്ദേഹം നാസി ആർമിയുടെ സന്ദർശിക്കുന്നതാണ്, ഗാർഡ് ഓഫ് ഓണർ ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടുത്തെ ജ്യൂസിന്റെ എക്സ്റ്റർമിനേഷൻ നടക്കുന്ന സമയമാണ്. "We should follow the example of Germans set for the definitive solution of Jewish people" എന്നാണ് പറഞ്ഞത്. ജർമ്മനിയിൽ ആര്യന്മാർ എന്തു ചെയ്തോ അത് തന്നെയാണ് നമ്മൾ പാലസ്തീനിൽ നടപ്പിലാക്കേണ്ടത് എന്നായിരുന്നു ഗ്രാൻഡ് മുഫ്തിയുടെ ഒരു പ്രഖ്യാപനം. ഇതിന്റെ ചൂട് പിടിച്ചാണ് ഒരുപക്ഷെ ഇന്നത്തെ പ്രശ്നത്തിന്റെ ഹേതുവായിട്ടുള്ള ഹമാസ് എന്ന് പറയുന്ന ഗാസയിൽ മാത്രം. ഇന്ന് വെസ്റ്റ് ബാങ്കിലും ഗാസയിലും രണ്ടാണ് അവസ്ഥ.